എനിക്കിന്ന് ഭയങ്കരമായ മാനസിക സംഘർഷം ഉണ്ടായി. വേറൊന്നുമല്ല, ഞാൻ തെറ്റ് ചെയ്തില്ല. ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തോ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു, എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഒരുത്തന് കോടതി വരാതിരിക്കാൻ ലീവ് എടുക്കാതെ മുങ്ങാനായിട്ടുള്ള സഹായം ഞാൻ ചെയ്തു കൊടുക്കാത്തതിൻ്റെ പേരിൽ എന്നെ ഇട്ട് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് എന്നെ അപമാനിച്ച് എന്നെ ഹരാസ് ചെയ്ത്. നിങ്ങൾക്കറിയാവോ, മകളെ വളരെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് നല്ലൊരു പോസ്റ്റിലെത്തിച്ച് അവൾ ആത്മാർത്ഥമായിട്ട് ഗവൺമെൻറ്റിൻ്റെ സേവനം അനുഷ്ഠിക്കുമ്പോൾ പീഡിപ്പിച്ച് മാനസികമായിട്ട് പീഡിപ്പിച്ച് തകർത്ത് തരിപ്പണമാക്കുന്നത്, അതിനെ ചോദ്യം ചെയ്യാൻ സത്യത്തിനും നീതിക്കും കൂടെ സ്ഥാനമില്ലേ? സത്യവും നീതിയും കൂടെ നടപ്പിലാണോ? സത്യം വെറുമൊരു വാക്കല്ല, ജീവിതം മുഴുവൻ സത്യമാക്കി തീർക്കണം എന്ന് ഗാന്ധിജി പറഞ്ഞ ഈ നാട്ടിലാണ് സത്യത്തിനും നീതിക്കും വിലയില്ലാത്ത നശിച്ച നാട് എന്ന് ശപിച്ചുകൊണ്ട് തൻ്റെ ജീവൻ വെടിയേണ്ടി വന്ന അനീഷ ജീവിച്ചത്. ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് അനീഷയെ കുളിമുറിയിൽ തൂങ്ങിയ നിലയിൽ വീട്ടുകാർ കണ്ടെത്തിയത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ പരവൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു. അനീഷയുടെ ആത്മഹത്യയിൽ ചിലർക്ക് പങ്കുണ്ടെന്നാണ് ആരോപണം. ഇവരിൽ നിന്ന് കടുത്ത മാനസിക പീഡനം ഉണ്ടായതായാണ് കുടുംബം ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ അനീഷയുടെ ശബ്ദരേഖയിലും ആത്മഹത്യാക്കുറിപ്പിലും ഉണ്ടെന്ന റിപ്പോർട്ടുകളുണ്ട്. അടുത്ത സുഹൃത്തുക്കൾക്ക് അനീഷ അയച്ച 5 ശബ്ദ സന്ദേശങ്ങളാണ് പുറത്തായത്. തെറ്റിന് കൂട്ടുനിൽക്കാത്തതിന് മാനസിക പീഡനം നേരിടുകയാണെന്നും എന്തു ചെയ്യണമെന്ന് അറിയില്ലെന്നും ആത്മഹത്യയുടെ വക്കിലാണെന്നും ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. ഒട്ടേറെ പ്രതിസന്ധികൾ തരണം ചെയ്ത് ഏറെ കഷ്ടപ്പെട്ട് പഠിച്ചാണ് താനും ഭർത്താവും ഈ നിലയിലെത്തിയത്. ജോലി ചെയ്യാനാകാത്ത സാഹചര്യമാണ്. ത്യാഗം 2 മക്കളുണ്ട്. വളരെ ത്യാഗം സഹിച്ചാണ് മകളെ പഠിപ്പിച്ച് ഗ്രാജുവേഷൻ ചെയ്തു. ഗ്രാജുവേഷൻ ചെയ്തതിന് ശേഷം LLB ചെയ്തു. എല്ലാത്തിനും ഫസ്റ്റ് ക്ലാസ്, വളരെ പിടിക്ക് LLB ചെയ്തു. തുടർന്ന് പ്രാക്ടീസിന് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ APPയുടെ PSC ടെസ്റ്റ് എഴുതി. അതും നല്ല രീതിയിൽ പാസ്സായി, ജോലിയായി. അപ്പോൾ എനിക്കൊരു സ്വപ്നം, ഞാനൊരു പറഞ്ഞില്ലേ, എക്സ് സർവീസ്മാൻ. എൻ്റെ സ്വപ്നം, എനിക്ക് വയസ്സ് 81 എൻ്റെ മക്കൾ ഐശ്വര്യമായിട്ട് ജീവിക്കുന്നതിന് വേണ്ടി ഇന്ന് വരെ ത്യാഗം അനുഭവിച്ചവനാണ്. അവരുടെ ജീവിതം ആരംഭിച്ചതേ ഉള്ളൂ. ആരംഭിച്ചപ്പോഴത്തന്നെ രാഷ്ട്രീയ സമ്മർദ്ദവും അസൂയക്കാരും ഒക്കെ വന്ന് അവളെ മാനസികമായിട്ട് പീഡിപ്പിച്ച് തകർത്ത് തരിപ്പണമാക്കി. അപ്പോൾ ആത്മഹത്യ ചെയ്യേണ്ട സ്റ്റേജ് വന്നത് ഞാൻ അറിയുന്നില്ല. അപ്പോൾ അന്വേഷണമൊക്കെ തരികിട ആയിക്കൊണ്ടിരിക്കുക. തരികിട എന്ന് പറഞ്ഞാൽ അന്വേഷണമൊന്നും എല്ലാം വട്ടപൂജ്യമായിട്ട് മാറും. അന്വേഷണം നല്ല ഇത് പ്രചരണം കിട്ടിയ അവരുടെ ഈ സത്യാവസ്ഥയെക്കുറിച്ചുള്ള ലേഖനങ്ങൾ എന്ന് തന്നെ കേരള പത്രത്തിൽ ഞാൻ എഡിറ്റോറിയലും വായിച്ചു. എഡിറ്റോറിയലും വായിച്ചു. അവൾ കുറ്റക്കാരി. പക്ഷേ ഈ ജുഡീഷ്യൽ അന്വേഷണത്തിലൂടെ അല്ലാതെ ഇത് തെളിച്ചെടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവിടുത്തെ ലോക്കൽ പോലീസ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ അന്വേഷണത്തോളം DGP ഓർഡർ ചെയ്തിരിക്കുന്ന ജില്ല ഉദ്യോഗസ്ഥരെ, അദ്ദേഹമാണ് 1ാമത്തെ കുറ്റക്കാരൻ. അദ്ദേഹത്തെയാണ് അന്വേഷണ കമ്മീഷനായിട്ടിരിക്കുക. അപ്പം അന്വേഷണം എത്രത്തോളം സത്യസന്ധമാകുമെന്ന് നമുക്ക് അറിയാമല്ലോ. സത്യസന്ധമല്ല, അത് തരികിട ആക്കി വിടാനുള്ള പരിപാടി. അതുകൊണ്ട് തീർച്ചയായിട്ടും ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് വേണം, അല്ലെങ്കിൽ CBI അന്വേഷണം നടത്തണം, സത്യം വെളിവാകണമെങ്കിൽ. അപ്പം ഈ കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള ഏജൻസി ഇതിൽ വർക്ക് ചെയ്താൽ സത്യം തെളിച്ച് വരില്ല. അതുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിലെ നിയന്ത്രണത്തിലുള്ള അന്വേഷണ ഏജൻസികൾ ഇത് നടത്തി. എൻ്റെ ഈ അന്ത്യത്തിൽ 81 വയസ്സായ എനിക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛന്
102 വയസ്സ്. 102ാമത്തെ വയസ്സിൽ അച്ഛൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞടാ എനിക്ക് 8 മക്കളുണ്ട്, 8 പേർക്കും ഒരു ഓടം ഉണ്ടായില്ല. അതാണ് എൻ്റെ മനസ്സിൻ്റെ ആനന്ദം. അതേ സ്ഥിതിയാണ് എനിക്കും. എനിക്ക് ഒരു മകളെ വളരെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് നല്ലൊരു പോസ്റ്റിൽ എത്തിച്ച് അവൾ ആത്മാർത്ഥമായിട്ട് ഗവൺമെൻറ്റിൻ്റെ സേവനം അനുഷ്ഠിക്കുമ്പോൾ മാനസികമായിട്ട് പീഡിപ്പിച്ച് തകർത്ത് തരിപ്പണമാക്കുന്നത്. അതിനെ ചോദ്യം ചെയ്യാൻ സത്യത്തിനും നീതിക്കും കൂടെ സ്ഥാനമില്ലേ? സത്യവും നീതിയും കൂടെ നടപ്പിലാണ്. അനീഷയ്ക്ക് ഏതാണ്ട് 10 കൊല്ലത്തോളം സർവീസുണ്ട്. കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും സർവീസ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പോഴൊന്നും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതെല്ലാം ശക്തമായി തരണം ചെയ്തിട്ടുണ്ട് കക്ഷി. അതെല്ലാം അതിനൊരു വിറ്റ്നസ് തന്നെയാണ് ഞാൻ, എൻ്റെ അമ്മ. അപ്പോൾ ഇതിൻ്റെ അനീഷയുടെ ഒഫീഷ്യൽ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, കാരണം എൻ്റെ ഫീൽഡ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഈ സ്ഥലത്ത് വന്നതിന് ശേഷം കക്ഷിയെ പേഴ്സണലായിട്ട് കക്ഷിയെ കുറച്ച് ആൾക്കാർ ഗ്രൂപ്പ് ചേർന്ന് അറ്റാക്ക് ചെയ്യുമായിരുന്നു. കക്ഷിയുടെ സീനിയേഴ്സ് തന്നെയാണ്. APP എന്ന് പറയുന്ന റാങ്ക്, DDP. ചെറിയ ഏതോ ഇഷ്യൂവിൽ തുടങ്ങി, അത് വളരെ കോംപ്ലിക്കേറ്റഡായി. അവരുടെ പേഴ്സണലായിട്ടുള്ള അഡ്വാൻറ്റേജ് എടുക്കുവാൻ അനീഷ ഒരു തടസ്സമായി വന്നപ്പോൾ അനീഷയെ ഒരു വിക്ടിമാക്കുമായിരുന്നു. അതിനായിട്ട് അവർ സ്വീകരിച്ച മാർഗം അനീഷയെ മെൻ്റലി ഹരാഷ് ചെയ്യുക എന്നുള്ള ഒരു മാർഗമായിരുന്നു. അനീഷയെ കോണേഡ് ചെയ്ത് വളരെ പല തരത്തിൽ ടോർച്ചർ ചെയ്തു. എന്നിട്ട് പോലും അനീഷ അമ്മയോട് കംപ്ലയിൻ്റ് ചെയ്യുമായിരുന്നു. അമ്മയൊക്കെ ഞാൻ ബോംബെയിൽ നിന്ന് വിളിക്കുമ്പോൾ അമ്മ പറയുമായിരുന്നു, മോനെ അവൾക്ക് വളരെ മാനസികമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിളിച്ച് സംസാരിക്കാറുണ്ട് ഇടയ്ക്കൊക്കെ. ഒഫീഷ്യൽ കാര്യങ്ങളൊന്നും അധികം സംസാരിക്കാറില്ല, എന്നാലും ഞാൻ എൻ്റേതായ രീതിയിൽ ഞാൻ സമാധാനിപ്പിച്ചു. പക്ഷേ ഷീ വാസ് ഓക്കെ, കക്ഷി ഓക്കെ ആയിരുന്നു. പക്ഷേ ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ, എസ്പെഷ്യലി ഈ 19-ാം തീയതി ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, സീനിയേഴ്സും ജൂനിയേഴ്സും എല്ലാം കൂടെ ഒരുമിച്ച്. ആ മീറ്റിങ്ങിൽ കക്ഷി വളരെ തീവ്രമായ രീതിയിൽ മാനസിക ആഘാതം ഏൽപ്പിച്ചു. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് സഹിക്കാൻ വയ്യാതെ കക്ഷി ചെയ്തു പോയതാണിത്. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ, ഇതേപോലൊരു ഇൻസിഡൻറ്റ് രണ്ടാമതൊരു പെൺകുട്ടിക്ക്, രണ്ടാമതൊരു ലേഡി ഓഫീസറിന് കേരളത്തിൽ ഉണ്ടാകരുത്. അതുകൊണ്ട് ഇതിന് ഉത്തരവാദികളായ സീനിയർ ഓഫീസേഴ്സിനെതിരെ ശക്തമായ നടപടികൾ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം ആരംഭിച്ചു. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു പോസിറ്റീവ് റിസൾട്ട് പ്രതീക്ഷിക്കുന്നു. ഇതൊരു മാതൃകയായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി ഒരു അന്വേഷണം ഉണ്ടാവരുത്. ഇതേപോലൊരു ബ്രദർ ഇനി ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് സംസാരിക്കേണ്ട അവസ്ഥ ഉണ്ടാകരുത്. അത്രമാത്രം മാനസിക സംഘർഷം ഞങ്ങൾ അനുഭവിക്കുന്നു, എൻ്റെ അമ്മ അനുഭവിക്കുന്നു. ഇതേപോലൊരു അവസ്ഥ മറ്റൊരു സ്ത്രീക്ക്, ഒരു ബ്രദറിന്, ഒരു അമ്മയ്ക്ക് ഉണ്ടാകരുത്. എൻ്റെ അച്ഛന് നേരെ ചൊവ്വെ സംസാരിക്കാൻ പോലും വയ്യ. കക്ഷി അനീഷയെ പഠിച്ച് വളർത്തിക്കാൻ വേണ്ടി കക്ഷി സഹിച്ച ത്യാഗം അത് പറയുന്നതിനും അപ്പുറമാണ്. കക്ഷി ഒരു ജീവച്ഛവം പോലെ ഇരിക്കുകയാണ്. അത് ഇത്രയും ഡൈജസ്റ്റ് ആയിട്ടില്ല കക്ഷിക്ക്. അപ്പം ഇതേപോലൊരു അവസ്ഥ രണ്ടാമതൊന്ന് കേരളത്തിൽ എങ്ങും ഉണ്ടാകാതിരിക്കട്ടെ. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ അന്വേഷണം ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി ഇതിൻ്റെ ഉത്തരവാദികളെ ശിക്ഷിക്കണം എന്നാണ് എൻ്റെ. കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് പരസ്യമാക്കിയെന്നും സന്ദേശത്തിൽ പറയുന്നു. അനീഷയുടെ ആത്മഹത്യയിൽ ആരോപണമുന്നയിച്ച് അഭിഭാഷക സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും കുടുംബവും രംഗത്തെത്തുകയും ആത്മഹത്യയ്ക്ക് കാരണക്കാരായവരെ കണ്ടെത്തണമെന്ന ആവശ്യം ശക്തമാവുകയും ചെയ്തു. കൊല്ലം ബാർ അസോസിയേഷനിലെ മെമ്പർമാരായിരുന്ന അജിത് കുമാറും അദ്ദേഹത്തിൻ്റെ ഭാര്യ അനീഷയും, അതിൽ അനീഷയാണ് ഇപ്പോൾ കേരളം മൊത്തം ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്ന APPയുടെ ആത്മഹത്യ. ആ സംഭവത്തിലെ അനീഷ ആത്മഹത്യ ചെയ്തതിന് പിന്നിൽ ചില കാരണങ്ങളുണ്ടെന്നുള്ളത് നമുക്കെല്ലാം വ്യക്തമായത് അനീഷയുടെ തന്നെ ചില ശബ്ദ സന്ദേശങ്ങളും അനീഷ എഴുതിയ ഒരു ഡയറിയും പുറത്തു വന്നതോടെയാണ്. ഈ ശബ്ദ സന്ദേശങ്ങളും ഡയറിയും പരിശോധിച്ചതിൽ നമുക്ക് വ്യക്തമാകുന്നത് കൊല്ലത്തെ DDPയും, അതായത് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനും, പരവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്ടിലെ APPയും ചേർന്ന് നടത്തിയ ഹരാസ്മെൻറ്റും അപമാനിക്കലും അതുമൂലം അനീഷയ്ക്കുണ്ടായ മാനസിക സമ്മർദ്ദത്തിൽ ആത്മഹത്യ ചെയ്തു എന്നാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത്. ആ ശബ്ദ സന്ദേശങ്ങളും ഡയറിയും സ്വയം വ്യക്തമാക്കുന്ന സത്യങ്ങൾ ഇപ്പോൾ പോലീസിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നിലവിൽ പോലീസ് ഒരു FIR എടുത്തത് അസ്വാഭാവിക മരണത്തിനാണ്.
ഈ പുതിയ തെളിവുകൾ പുറത്ത് വന്നതോടെ, അത് പോലീസിന് കിട്ടിയതോടെ ഈ അനീഷയുടെ ഭർത്താവിൻ്റെ ഒരു മൊഴി രേഖപ്പെടുത്തി IPC 306, അതായത് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി പ്രതി ചേർത്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അത് ഇന്നോ നാളെയോ ഉണ്ടായില്ലെങ്കിൽ പിന്നീട് കൊല്ലം ബാർ അസോസിയേഷൻ പുതിയ സമരമുറകളിലേക്ക് പോകും എന്ന് തീരുമാനിച്ചിട്ടുണ്ട്, അത് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ സംഭവത്തെ തുടർന്ന് പല കോണുകളിൽ നിന്നും അന്വേഷണങ്ങൾ വരുന്നു. ഇതിൽ ഞങ്ങൾക്ക് കുറേ ഡിമാൻഡുകൾ ഞങ്ങൾ കൊല്ലം ബാർ അസോസിയേഷൻ വെച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തേത്, ഇത്രയും തെളിവുകൾ പുറത്ത് വന്ന് വളരെ ബോധ്യം എല്ലാവർക്കും ഉണ്ടായ സ്ഥിതിക്ക് ഈ 2 ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്ത് നിർത്തി വേണം അന്വേഷണങ്ങൾ നടത്താൻ എന്നുള്ളതാണ്. അതുകൂടാതെ ഇവരെ FIRൽ കക്ഷി ചേർത്ത് പ്രതി ചേർത്ത് അന്വേഷണം കൊണ്ടുപോയി ഇവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്നും അവർക്ക് മതിയായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണമെന്നും അതിന് വളരെ വിശ്വസ്തനായ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ അന്വേഷിക്കണമെന്നും, ഇനി അഥവാ അന്വേഷണത്തിൽ എന്തെങ്കിലും ഒരു മോശമായ പ്രവണത കണ്ടാൽ മറ്റൊരു ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും കൊല്ലം ബാർ അസോസിയേഷൻ ആവശ്യപ്പെടാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു ചെറിയ ആശങ്കയുള്ളത്, ഈ പ്രതികളായി ആരോപിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥർ നിരന്തരം ഈ പ്രോസിക്യൂട്ടർ എന്നുള്ള രീതിയിൽ നിരന്തരം പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുന്നവരും പോലീസ് ഉദ്യോഗസ്ഥരുടെ മേലൊരു അധികാരമൊക്കെ ചെലുത്താൻ കഴിവുള്ളവരുമാണ്. സ്വാഭാവികമായും അവരെ സ്വാധീനിക്കാൻ ഉള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ആ സാധ്യതകൾ കണക്കിലെടുത്ത് ഇതിൽ ഈ അന്വേഷണത്തിൻ്റെ ഓരോ ദിവസത്തെയും പുരോഗതിയിൽ അന്വേഷണത്തിൽ എന്തെങ്കിലും അട്ടിമറി നടക്കുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നിയാൽ ഈ ഏജൻസിയെ മാറ്റി CBI അന്വേഷണം ഏർപ്പെടുത്തണം എന്നുള്ളൊരു ആവശ്യം സർക്കാരിനോട് ഉന്നയിക്കാനും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ ഇത് തൊഴിൽ സ്ഥലത്തെ ഹരാസ്മെൻറ്റും അതുപോലെ തന്നെ അപമാനിക്കലും ഒക്കെ സംഭവിച്ച ഒരു സംഗതി ആകയാൽ ഇതിലൊരു ജുഡീഷ്യൽ അന്വേഷണവും ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ജുഡീഷ്യൽ അന്വേഷണത്തിൽ ഇങ്ങനെയുള്ള ഈ പുറം ലോകം അറിയാത്ത കഥകൾ കൂടി ഉള്ള ഒരു രംഗമാണ് ഈ തൊഴിൽ രംഗം, കേരളത്തിലെ സർക്കാർ ഓഫീസുകൾ എന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സംഭവത്തിൽ ഒരു ജുഡീഷ്യൽ എൻക്വയറി നടത്തിയാൽ ഇത്തരം പ്രവണതകൾ അവസാനിക്കുമെന്നും മേലിൽ ഒരു അനീഷ കേരളത്തിൽ ഉണ്ടാവാതിരിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ അനീഷയുടെ മരണത്തെ തുടർന്നുള്ള അന്വേഷണത്തിന് ഈ വഴിതെറ്റിക്കാനുള്ള ചില ശ്രമങ്ങൾ ചില കോണുകളിൽ നിന്നും ഉണ്ടാവുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഒരു വ്യക്തി ഒരു പച്ച നുണക്കഥ ഏഷ്യാനെറ്റ് ചാനലിലും മറ്റൊരു സ്വകാര്യ ഓൺലൈൻ ചാനലിലും കൊടുത്തതായി മനസ്സിലാക്കുന്നു. അതിൽ ആ 2 ചാനലിൽ വന്ന അദ്ദേഹത്തിൻ്റെ കഥ പറച്ചിലിലെ ആ ഒരു കഥയുടെ വ്യത്യാസം കൊണ്ട് തന്നെ ആ കഥ പൊളിഞ്ഞ് അടുങ്ങി എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അത് സമൂഹം ഇനിയും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ മറ്റ് പ്രതികളെ ചേർക്കുന്ന രീതിയിലുള്ള പുതിയ കഥകളുമായിട്ട് വരുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ യഥാർത്ഥ പ്രതികളെ സമൂഹത്തിന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് അനീഷ തന്നെയാണ്. അനീഷയുടെ ശബ്ദ സന്ദേശങ്ങളും അനീഷയുടെ ഡയറിയും ഏറ്റവും ഒടുവിൽ മരണമൊഴിയായി കണക്കാക്കാവുന്ന രീതിയിൽ അനീഷ പരവൂർ മജിസ്ട്രേറ്റിന് അയച്ച ഒരു വാട്സാപ്പ് സന്ദേശവും അതിലെല്ലാം വ്യക്തമായിട്ട് 2 പ്രതികളെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതിയിൽ പരാമർശിച്ചിട്ടുണ്ട്. അതിൽ ആ മജിസ്ട്രേറ്റിന് അയക്കുന്ന സന്ദേശം മരിക്കുന്നതിന് ഏതാനും സമയം മുമ്പാണ്. അപ്പോൾ ആ സമയത്ത് പോലും അനീഷയെ പറയാത്ത ചില ആളുകളെ ഈ കേസിൽ കൊണ്ടുവന്ന് യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താനുള്ളൊരു തന്ത്രം മെനഞ്ഞ് ചിലരത് നടത്തി വരുന്നുണ്ട്. അത് വിജയിക്കത്തില്ല. അത് അങ്ങനെ വിജയിക്കാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങൾക്കും എതിരെ കൊല്ലം ബാർ അസോസിയേഷൻ പ്രതികരിക്കും എന്നുള്ള കാര്യവും പൊതുസമൂഹത്തെ ഞങ്ങൾ അറിയിക്കുകയാണ്. വളരെ ഖേദകരമായ ഒരു സംഭവമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. യാതൊരു കാരണവശാലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യം. ഒരു വനിത KPPക്ക് അവർ തൊഴിലെടുത്ത് സംരക്ഷണം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എവിടെയാണ് കിട്ടുന്നത്? ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് അവർ ഒറ്റപ്പെട്ട് കുറേ നാളുകൾ കഴിഞ്ഞു എന്ന്. അപ്പം അവരെ ഒറ്റപ്പെടുത്തി പ്രഷർ താങ്ങാൻ പറ്റാതെ 2 മാസക്കാലത്തോളം മൂർധന്യ അവസ്ഥയിലെത്തി. ഇന്നിപ്പം ഈ ഒരു സാഹചര്യത്തിലേക്ക്, ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുക. തീർച്ചയായിട്ടും ഇത് അന്വേഷിക്കേണ്ട കാര്യമാണ്. ആരാണ് ഇതിൻ്റെ ഉത്തരവാദി? ആര് കാരണമാണ് ഇത്രയധികം പ്രഷർ ഈ ഒരു വ്യക്തിക്ക് മേൽ? അതും നോക്കണം, സമൂഹത്തിലെ ഏറ്റവും ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, സാധാരണ വ്യക്തിയല്ല.
ഹസ്ബൻഡ് ജഡ്ജിയായിരിക്കുന്നു, അവർ APP ആണ്. സമൂഹത്തിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് നീതിയും ന്യായവും നടത്തി ഒരു നിയമം പാലിച്ച് മുന്നോട്ട് പോയൊരു വ്യക്തിക്ക് ഇന്ന് അനുഭവിക്കേണ്ടി വന്നിരിക്കുന്ന ഈ ക്രൂരത, ആ ക്രൂരതയ്ക്ക് യാതൊരു സംശയവും വേണ്ട, മറുപടി കൊടുക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ്. ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം അപര്യാപ്തമാണെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും കൂടുതൽ എന്താ പറയുക, അതിന് ശക്തമായ നടപടികൾ ഉണ്ടാവണം. ആ സർക്കാർ അത് എടുക്കണം. അതിനകത്ത് ജുഡീഷ്യൽ എൻക്വയറി വെച്ചാൽ പോലും കുറ്റമില്ല എന്ന് ഞാൻ കരുതുകയാണ്. യാതൊരു സംശയവും വേണ്ട. ഇത് ജുഡീഷ്യറിയിൽ അല്ലെങ്കിൽ ജുഡീഷ്യൽ ഓഫീസേഴ്സിനോട്, സർക്കാരിൻ്റെ മാത്രമല്ല, ഈ കോർട്ടിൻ്റെ ഓഫീസറാണ്, വക്കീൽ മാത്രമല്ല, കോർട്ടിൻ്റെ ഓഫീസറാണ്, APP ആണ്. അവർക്ക് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളതിനെ പറ്റി ജുഡീഷ്യൽ എൻക്വയറി ഉണ്ടായാൽ പോലും തെറ്റില്ല. ഇനിയെങ്കിലും ഈ ദാരുണ സംഭവത്തിനെതിരെ അധികാരികൾ നടപടിയെടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ബാക്ദുഷൻ, കൊല്ലം.